ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ CD ഡീലക്സ് വണ്ടി. അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ഓയിൽ ലീക്കായിട്ട് നമ്മളത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാൻഡിൽ ബെയറിങ് കോൺസെപ്റ്റ് കംപ്ലൈൻ്റ് ആയിട്ട് അത് മാറ്റാനും കൂടി അയച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹാൻഡിൽ ബെയറിങ് നമുക്ക് മാറ്റുമ്പോൾ നമുക്ക് സെറ്റപ്പ് പാടിയാണ് നമുക്ക് മാറ്റേണ്ടത്. ഹാൻഡിൽ ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് എന്ന് പറയും, ബോൾ റൈസർ എന്നാണ് ശരിക്കും അതിൻ്റെ പേര്. കോൺസെപ്റ്റ് എന്നൊക്കെ അതിന് പറയാറുണ്ട്. അപ്പോൾ നിലവിൽ ഇതേപോലെ സെറ്റായിട്ടാണ് നമുക്ക് വരാം. ഈ സെറ്റ് മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി പോയിക്കോളും. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ ഫോർക്കിൻ്റെ പൈപ്പുമേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഡോട്ടുകൾ കാണാനായിട്ട് പറ്റും, 2 കുത്തുകൾ പോലെ കിടക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്ലേറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയിൽ വന്ന വേരിയേഷനാണത്. കാരണം എന്താ വെച്ചാൽ പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലമാണ്. അത് വന്നേക്കുന്നത് ചെറിയൊരു കുഴി പോലെയാണ്. അപ്പോൾ ആ ഭാഗം നമുക്ക് ഓയിൽ സീൽ ഒരു കാരണവശാലും കവറാവില്ല. അപ്പോൾ ഓയിൽ ആ വഴിക്ക്, കാരണം ഓയിൽ നല്ല പ്രഷറിൽ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ആ വഴിക്ക് ഓയിൽ വീണ്ടും ലീക്കേജ് വരും, ഓയിൽ സീൽ മാത്രം മാറ്റിയിട്ട് കഴിഞ്ഞാൽ. ഈ പൈപ്പുമ്മ നോക്കുമ്പോഴും ഇതിനെ കാണാനായിട്ട് സാധിക്കും. വളരെ ചെറിയതായിട്ടുള്ളതായിട്ടാണ് ഈ പൈപ്പുമ്മ. അത്യാവശ്യം ലീക്ക് ഉണ്ടായ ഭാഗത്ത് നല്ല രീതിയിൽ 2 കുത്ത് വീണ് നല്ല സ്ക്രാച്ച് ഉണ്ട്. ഇവിടെയും ആരംഭമാണത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫോർക്കിൻ്റെ 2 പൈപ്പും ഓയിൽ സീലും മാറ്റിയാൽ തന്നെയാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. 100% ആ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ പൈപ്പും ഓയിൽ സീൽ കൂടി മാറ്റിയാൽ തന്നെയാണ് കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ. പിന്നെ അത് കൂടാതെ നമ്മളതിൻ്റെ കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മളത് ലെയ്ത്തിൽ കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ലെയ്ത്ത് വർക്കിനകത്താണ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലും കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കേസ് 100% ഗ്യാരണ്ടി അവർ പറയാറില്ല. കാരണം പുറമെ തന്നെ വർക്കാണ്. കാരണം ചില കേസിൽ അത് ചെയ്താലും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചു, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ എന്നിരുതി 100% ഒരു ഉറപ്പ് നമുക്കതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കാർബറേറ്റർ വീണ്ടും ഓവർഫ്ലോ വന്നുകൂടായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ പിന്നെ അസംബ്ലി പാടി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. കാരണം ഇത് മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല, കാരണം വലിയ പഴക്കമില്ലാത്ത കാർബറേറ്റർ ഇരിക്കണേ. പക്ഷെ എന്നാൽ പോലും നമുക്കത് റീപ്ലേസ് ചെയ്യാനാണ് മാർഗമുള്ളൂ കേട്ടോ. അങ്ങനെ വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നാൽ